നമ്മുടെ പത്തനംതിട്ട ഇടത്താവളത്തിൽ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ നടക്കുന്നത് അറിഞ്ഞപ്പോൾ പിന്നെ പോകാതിരുന്നാൽ ശരിയല്ലല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, വീട്ടുകാരെ ഫുൾ അങ്ങോട്ട് പാക്ക് ചെയ്ത് നേരെ പത്തനംതിട്ടയ്ക്ക് അങ്ങോട്ട് വിട്ടു. ഒരാൾക്ക് 150 രൂപ കണക്കിലാണ് ഇവിടെ ടിക്കറ്റ് റേറ്റ് വരുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ ടിക്കറ്റും വാങ്ങി ഉള്ളിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുന്ന പാടെ ഒരു നീരാളി ചേട്ടനാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കിളികളുടെ ഒരു ലോകമാണ്. ലവ് ബേർഡ്സും തത്തയും മക്കാവുകളും പാമ്പും ഓന്തും എന്ന് വേണ്ട തിരിച്ച് ഉപദ്രവം ഇല്ലാത്ത കുറേ ജീവികളുടെ ഒരു സെക്ഷൻ ആയിരുന്നു ആദ്യം തന്നെ. ഇടയ്ക്ക് അവിടുത്തെ ചേട്ടന്മാർ തന്നെ ലവ് ബേർഡ്സിനെ അങ്ങോട്ട് പറത്തി വിടും. എൻ്റെ പൊന്നോ, ചെവിയുടെയൊക്കെ സൈഡിൽ കൂടെ ഈ കിളി പറക്കുക എന്നൊക്കെ പറയില്ലേ, ഏകദേശം അതുപോലൊക്കെ ഇരിക്കും. രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് അവതാർ വേൾഡ് ആണ്. സംഗതി കാണാൻ അടിപൊളിയാണ്. പിന്നെ നമ്മുടെ ജയ്ക്കും നെയ്ത്രിയും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴേക്കും ശരിക്കും കിടിലനാകുന്നത് അവിടെ മുതലാണ്. ഇതുവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ജസ്റ്റ് കേട്ടറിവ് മാത്രമുള്ള കുറേ മീനുകളെ നമുക്ക് അങ്ങോട്ട് കാണാനും തൊട്ടടുത്ത് നിൽക്കാനും ഫോട്ടോസ് എടുക്കാനും ഒക്കെ പറ്റും. എന്തിന്, നമ്മുടെ തെരണ്ടി ചേട്ടനെയും ഷാർക്കിനെയും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മത്സ്യകന്യകയുടെ കൊട്ടാരവും ഒക്കെ നമുക്ക് അവിടെ അങ്ങോട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ സാധാരണ എക്സ്പോയിലൊക്കെ കാണുന്നത് പോലെ തന്നെ ബുക്സും വളയും മാലയും കമ്മലുകളും മലപ്പുറം കത്തിയും അത്യാവശ്യം കുറച്ചധികം വീട്ടു സാധനങ്ങളും ചെരുപ്പുകളും തുണികളും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള മിഠായികളും ഫോൺ കേസുകൾ, കോഴിക്കോടൻ വെറൈറ്റി അലുവകൾ, അച്ചാറുകൾ ഒക്കെ ഇവിടെയുണ്ട്. ഈ അച്ചാറിൻ്റെയൊക്കെ സെക്ഷനിലൂടെ പോകുമ്പോൾ എൻ്റെ പൊന്നോ ഒരു മണമുണ്ട്, വായിൽ കപ്പലോടും. അപ്പം നമുക്ക് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു കിടൻ എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും ഇവിടെ. പത്തനംതിട്ടയിൽ ഒക്ടോബർ 5 വരെയാണ് ഈ അണ്ടർ വാട്ടർ ടണൽ എക്സ്പോ നടക്കുന്നത്. അടുപ്പിച്ച് കുറച്ചധികം അവധിയൊക്കെ നമുക്ക് വരുവാണെന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും നേരെ പത്തനംതിട്ടയ്ക്ക് വിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.